ഹായ്, ഇന്ന് നമ്മളെ ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലിൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പി. അതും ഒരു മുട്ട കൊണ്ട് പ്ലേറ്റ് നിറയെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്നാക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അതിലും സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. ആദ്യം തന്നെ മിക്സിയുടെ കുഞ്ഞി ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മളിവിടെ മയോണൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് നമ്മൾ 3 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഇതൊരു 2-2.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ കാണുന്ന 2 സവാളയും ഒരു പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുകയും വേണം കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തു കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതേ ബ്രെഡാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 10 പീസ് ബ്രെഡ് ഉണ്ടാവും. ഇത് നമ്മൾ കുഞ്ഞിതാക്കി പൊട്ടിച്ച് ഇതിലിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സോസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല രസമുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അത്. വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു മുട്ടയും കുറച്ച് ബ്രെഡും ഉണ്ടായ സംഭവം സെറ്റായിട്ടോ. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞു. ഇനി നമ്മളിത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിതിന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം നമ്മളിതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാം കേട്ടോ. എണ്ണ ചിലപ്പോൾ നമ്മൾ പുരട്ടാതെ ഇതെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ പുരട്ടാൻ പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ ആകൃതി വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഏകദേശമൊക്കെ അതുപോലെ വന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വെറുതെ ഫ്രൈ ചെയ്യല്ല, നമുക്ക് വഴിയെ കാണാം എങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് കേട്ടോ. ഇതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. കാരണം മയോണൈസിൻ്റെ പോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമായിരിക്കും, അവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇനി ഇതിനെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ബ്രെഡ് ക്രംസിൽ മാത്രമാണ് മുക്കിയെടുക്കണേ. അപ്പോൾ നല്ല പോലെ ബ്രെഡ് ക്രംസൊക്കെ മുകളിലിട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്ക് ഇതിനെടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ മുട്ട പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിനി ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം ഒരു കടായി വെച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. കരിയിപ്പിച്ച് കളയരുത്. ഇത്തിരി നേരം മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് അവിടെ കിടന്ന് സെറ്റായോട്ടെ കേട്ടോ. ഞാൻ ഒരെണ്ണം ബ്രൗൺ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ട കൊണ്ട് പ്ലേറ്റ് നിറയെ പലഹാരങ്ങൾ. ആഹാ, എന്താ ഭംഗി! ചായക്ക് പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്നു വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരടിപൊളി റെസിപ്പി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.